സാധാരണയായി ഒരു സിനിമയുടെ പോസ്റ്റർ പുറത്തു വരുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ചില അനുമാനങ്ങൾ ഉണ്ടാകും. പിന്നീട് ചിത്രത്തിന്റെ ടീസർ എത്തുന്നതോടെ എന്താണ് ചിത്രത്തിന്റെ ജോണർ എന്നും എന്തൊക്കെയാണ് ചിത്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നും പ്രേക്ഷകർക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാനാകും. നിലവിൽ ടീസറിന് ശേഷം ഒരു പാട്ടുകൂടി റിലീസ് ചെയ്തതിനു ശേഷമാണ് പൊതുവെ സിനിമകളുടെ എല്ലാം ട്രെയിലർ എത്താറുള്ളത്. സമാന രീതിയിൽ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകളും പുറത്തു വന്നത്. ടൈറ്റിൽ അനൗൺസ്മെന്റ് അല്പം വ്യത്യസ്തമായിരുന്നുവെങ്കിലും പിന്നീട് സാധാരണ രീതിയിൽ പോസ്റ്ററുകളും ടീസറും പാട്ടും ഒക്കെ തന്നെയാണ് പുറത്തു വന്നത്. പെല്ലിശ്ശേരിയുടെ ടൈറ്റിൽ പ്രഖ്യാപനം വളരെ രസകരമായിരുന്നു. ടൈറ്റിലിനെ പല ഭാഗങ്ങളാക്കി മാറ്റി ഓരോ ഭാഗങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട് ഒരു പസില് പോലെയാണ് പ്രേക്ഷകരിലേക്ക് ഈ പേരെത്തിച്ചത്. പക്ഷേ അതിനു മുൻപ് തന്നെ ചിത്രത്തിന്റെ പേരിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ട് വലിയൊരു ദുരൂഹത ഈ അനൗൺസ്മെന്റിന് കാത്തു സൂക്ഷിക്കാനായിരുന്നില്ല. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എന്ന വിശേഷണത്തോടു കൂടി ഈ ടൈറ്റിൽ പുറത്തു വന്നതോടെ ആരാധകർ ആവേശത്തിലായി. പിന്നീട് ചിത്രത്തിന്റെ പോസ്റ്ററുകളും ചെറിയ വീഡിയോയും ഒക്കെ പുറത്തു വന്ന പോസ്റ്ററുകളിൽ ഒന്ന് വലിയ കാൽപാദങ്ങൾ പതിഞ്ഞു കിടക്കുന്ന ഒരു ഭൂമികയായിരുന്നു. മറ്റൊന്ന് മോഹൻലാലിന്റെ വടം വലിച്ചുകൊണ്ട് അലർന്ന മുഖവും. ഇതെല്ലാം കൂടുതൽ ദുരൂഹതയാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയത്. പിന്നീട് ചിത്രത്തിന്റെ പാക്കപ്പ് വീഡിയോ പുറത്തു വന്നു. ഈ വീഡിയോയും വൈറലായി. പിന്നീട് പുറത്തു വന്ന വീഡിയോയിലെ മോഹൻലാലിന്റെ ക്ലോസപ്പ് ഷോട്ടുകളും ഡയലോഗും ഒക്കെ പ്രേക്ഷകരെ ഏറെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. എന്നിരുന്നാലും ടീസറിൽ കുറച്ചുകൂടി വിഷ്വൽസ് വേണമായിരുന്നു എന്നും ടീസർ ചെറുതായി പോയി, ദൈർഘ്യം വളരെ കുറഞ്ഞു പോയി എന്നുമൊക്കെ ആരാധകർ വിഷമം പറയുകയും ചെയ്തു. പക്ഷെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മുൻപ് പുറത്തു വന്ന ചിത്രങ്ങൾ പരിശോധിച്ചാലും ഏകദേശം ഇതേ പാറ്റേണുകൾ തന്നെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുക. എന്താണ് ചിത്രത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ തന്നെയാണ് അദ്ദേഹം തന്റെ ടീസറുകൾ മുൻപും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ പാറ്റേൺ അറിയുന്നവർക്ക് ഈ വിഷയത്തിൽ വലിയ നിരാശ ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇതറിയാതെ നിരാശപ്പെട്ടവരും ഒരുപാടുണ്ട്. അടുത്തിടെയാണ് ചിത്രത്തിലെ ആദ്യ ഗാനം റിലീസായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുന്നാരക്കാട്ടിലെ പൂമരത്തിൽ എന്ന ഗാനം ട്രെൻഡിങ്ങിലും ഇടം പിടിച്ചു. തൊട്ടു പിന്നാലെ ഗാനത്തിന്റെ മേക്കിംഗ് വീഡിയോയും പെല്ലിശ്ശേരി പുറത്തുവിട്ടു. ബലൂൺ ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയ ഗാനത്തിന്റെ മേക്കിംഗ് വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി. ഈ ഗാനത്തിന്റെ അവസാന ഭാഗത്ത് മോഹൻലാൽ ഒരു ചെമ്പ് തുറക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്താണ് ആ ചെമ്പിനുള്ളിലുള്ളത് എന്ന് പ്രേക്ഷകരെ കാണിച്ചിട്ടില്ല. ഇതും പ്രേക്ഷകരുടെ ആകാംക്ഷ കൂട്ടുന്നുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ മറ്റൊരു പോസ്റ്റർ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. ആരാധകർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഇനി വെറും 30 ദിവസം മാത്രമാണ് വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ബാക്കിയുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പോസ്റ്ററിലൂടെ. ഈ പോസ്റ്റർ വളരെ വ്യത്യസ്തമാണ്. അഘോരികളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ മലൈക്കോട്ടെ വാലിബന്റേതായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതും ചിത്രത്തിന്റെ ദുരൂഹത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്താണ് പ്രമേയം എന്നറിയാൻ മലയാളി പ്രേക്ഷകർ അടുത്ത കാലത്ത് ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു സിനിമയുണ്ടാവില്ല. ഇനി വെറും 30 ദിവസങ്ങൾ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് ബാക്കിയാകുന്നത്. എന്തായാലും ദുരൂഹതകൾക്കൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ജനുവരി 25-ന് വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരിൽ നിലനിൽക്കുന്ന കൗതുകം കൃത്യമായി ഈ സിനിമയ്ക്ക് തീർച്ചയായും ഗുണപ്രദമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.